എൻ്റെ മകനെ, നിൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾ മൂലമുള്ള അടിയേൽക്കുന്ന എൻ്റെ വേദന എന്നാണ് അവസാനിക്കുക? എന്തുകൊണ്ടാണ് നീ എന്നെ അടിക്കുകയും അതേസമയം എന്നെ മുൾക്കിരീടം അണിയിപ്പിക്കുകയും ചെയ്യുന്നത്? എന്നിട്ട് പറയുന്നു, ഞാൻ പാപം ചെയ്യട്ടെ, പിന്നീട് ഞാൻ പോയി കുമ്പസാരിക്കും. നീ നിരന്തരം പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, വേദനിക്കുന്ന ഈശോനാഥനാണ് ഞാൻ. മകനെ, മലിനതയിൽ മുഴുകുന്ന ഒരു നീചനാകുവാനാണോ ഞാൻ നിനക്ക് കുമ്പസാരമെന്ന കൂദാശ നൽകിയത്? ഇതെൻ്റെ സ്നേഹത്തിൻ്റെ കൂദാശയാണ്. നീ വീണ്ടും പോയി പാപം ചെയ്യാതിരിക്കുവാനായി നിന്റെ മലിനതയെ ശുദ്ധീകരിക്കുന്നതിനും രക്ഷിക്കുന്നതിനുമായി ഒഴുകിയ വിലയേറിയ തിരുരക്തവും ജലവുമായ ദൈവകരുണയുടെ മഹാസമുദ്രത്തെ ഇത് തുറന്നു വിടുന്നു. മകനെ, മുൾക്കിരീടം തിരികെ എടുക്കുക. എൻ്റെ മേൽ കരുണ തോന്നുക. എന്നെ വീണ്ടും അടിക്കരുത്. നിന്റെ സൃഷ്ടാവായ നിന്റെ ദൈവത്തെ സ്നേഹിക്കുക. സൃഷ്ടിയായ ഒരു ദൈവവും നിനക്കുണ്ടാവരുത്. നിന്റെ ദൈവത്തെ മാത്രം നീ ഭയപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുക. നിന്റെ ദൈവത്തിൻ്റെ നാമം വൃഥാ വിളിക്കരുത്. മകനെ, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുവാൻ ശ്രദ്ധിക്കുക. കൈക്കൂലി നിറഞ്ഞ ദുഷിച്ച ഈ ലോകത്ത് എൻ്റെ നാമം തെളിയിക്കുക. എൻ്റെ വേദനയുടെ ആഴം കുറയ്ക്കുന്നതിനായി ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുക. നിൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി നിൻ്റെ സകല നിരാശകളും പരീക്ഷണങ്ങളും പീഡനങ്ങളും സമർപ്പിക്കുക. നിന്നോട് തിരിച്ചു വരാൻ യാചിക്കുന്ന, പീഡ അനുഭവിക്കുന്ന ഈശോനാഥനാണ് ഞാൻ.